ദമാം അൽക്കോബാറിലെ ലോകകപ്പ് ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ സ്റ്റീൽ സ്ട്രക്ചർ വർക്കുകൾ പൂർത്തിയായി. $100 കോടി മുതൽ മുടക്കി സൗദി അരാംകോയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. സ്മാർട്ട് കൂളിംഗ് സംവിധാനങ്ങൾ, ആഡംബര VIP സ്യൂട്ടുകൾ, വിശാലമായ ഉദ്യാനം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് സ്റ്റേഡിയം പദ്ധതി. സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്നതിന് പ്രധാനപ്പെട്ട 3 റോഡുകളിൽ നിന്ന് നടപ്പാതകളും നിർമ്മിക്കും. അൽക്കോബാർ സ്പോർട്സ് സിറ്റിയിൽ പുരോഗമിക്കുന്ന ലോകകപ്പ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് കടന്നു. സൗദി അരാംകോ നിർമ്മിക്കുന്ന കായികാസ്ഥാനത്തിന്റെ സ്റ്റീൽ സ്ട്രക്ചർ വർക്കുകൾ പൂർത്തിയായി. $100 കോടി മുതൽ മുടക്കിൽ സൗദി അരാംകോയാണ് സ്റ്റേഡിയം ഒരുക്കുന്നത്. സ്മാർട്ട് കൂളിംഗ് സംവിധാനങ്ങൾ, അംഗപരിമിതർക്കുള്ള പ്രത്യേക സൗകര്യങ്ങൾ, ആഡംബര VIP സ്യൂട്ടുകൾ, പ്രകൃതി സൗഹൃദ നിർമ്മാണവും ഉദ്യാനവും തുടങ്ങി നിരവധി സൗകര്യങ്ങളും സംവിധാനങ്ങളും സ്റ്റേഡിയത്തിന്റെ പ്രത്യേകതയാണ്. ഫുട്ബോൾ സ്റ്റേഡിയം എന്നതിലുപരി സംയോജിത മൾട്ടി ഉപയോഗ കായിക കേന്ദ്രമായാണ് സമുച്ചയം ഒരുങ്ങുന്നത്. സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്നതിന് പ്രധാനപ്പെട്ട 3 റോഡുകളിൽ നിന്നും ഓവർ ബ്രിഡ്ജുകളും നിർമ്മിക്കും. ഏഴായിരത്തിലധികം തൊഴിലാളികളാണ് വ്യത്യസ്ത ഷിഫ്റ്റുകളിലായി 24 മണിക്കൂറും ഇവിടെ ജോലി ചെയ്തു വരുന്നത്. 2034 ലോകകപ്പിന് പുറമെ 2027 ഏഷ്യ കപ്പ് മത്സരങ്ങൾ നടക്കുന്ന പ്രധാന വേദികളിലൊന്നുകൂടിയാണ് ഇത്. അൽക്കോബാറിലെ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അൽഖാദിസിയ ക്ലബിന്റെ ഹോം ഗ്രൗണ്ടായി മാറും. 47,000 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം അടുത്ത വർഷം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. നൗഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം.